നമസ്കാരം. വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കും വലിയ ആശ്വാസം നൽകിക്കൊണ്ട് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ നിർണായകമായ 20 മാറ്റങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി RTO ഓഫീസുകളിലെ തിരക്ക് കുറയ്ക്കാനും അഴിമതി ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പരിഷ്കാരങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി സംബന്ധിച്ച പുതിയ ഇളവാണ്. സാധാരണക്കാരന്റെ ജീവിതം സുഗമമാക്കാനും വ്യാപാര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ചരിത്രപരമായ ജൻ വിശ്വാസ് ഭേദഗതി ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് അവതരിപ്പിച്ച ഈ ബിൽ 23 മന്ത്രാലയങ്ങൾക്ക് കീഴിലുള്ള 79 നിയമങ്ങളിലായി 784 ഭേദഗതികളാണ് നിർദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1988 മോട്ടോർ വാഹന നിയമത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ്. മുമ്പ് ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ അന്ന് തന്നെ അസാധുവായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം കാലാവധി കഴിഞ്ഞ് 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് അനുവദിച്ചിട്ടുണ്ട്. ഈ കാലയളവിനുള്ളിൽ പിഴയില്ലാതെ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാനും പുതുക്കാനും സാധിക്കും. ലേണേഴ്സ് ലൈസൻസിനായിട്ട് ഇനി RTO ഓഫീസിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ആധാർ കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. വീട്ടിലിരുന്ന് തന്നെ കമ്പ്യൂട്ടറിലോ സ്മാർട്ട് ഫോണിലോ ലേണേഴ്സ് പരീക്ഷ എഴുതാം. വിജയിച്ചാൽ ഉടൻ തന്നെ ലേണേഴ്സ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. മോട്ടോർ വാഹന വകുപ്പിന്റെ ഏകദേശം 18ഓളം സേവനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ഓൺലൈനായി. വിലാസം മാറ്റുക, ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എടുക്കുക, NOC അപേക്ഷകൾ തുടങ്ങിയവയ്ക്ക് ആധാർ വെരിഫിക്കേഷൻ വഴി RTO ഓഫീസിൽ നേരിട്ട് പോകാതെ തന്നെ അപേക്ഷിക്കാം. അംഗീകൃത ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്ററുകളിൽ നിന്ന് മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് RTO ടെസ്റ്റ് ഇല്ലാതെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും. നിലവിൽ വലിയ നഗരങ്ങളിലാണ് ഈ ഒരു സംവിധാനം തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ലൈസൻസിന്റെ കാലാവധി തീരുന്നതിനായി കാത്തിരിക്കേണ്ടതില്ല. കാലാവധി കഴിയുന്നതിന് 1 വർഷം മുമ്പ് തന്നെ പുതുക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാം. കാലാവധി കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടി വരും. ഇനി 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ലൈസൻസ് പുതുക്കുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇത് ഇപ്പോൾ പരിവാഹൻ പോർട്ടലിലൂടെ ഡോക്ടർമാർക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യാം. അംഗീകൃത ഡോക്ടർമാർ ഓൺലൈനായി സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രം മതിയാകും. ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ വാഹനം വിൽക്കുമ്പോൾ RC ബുക്ക് ഉടമസ്ഥാവകാശം മാറ്റാൻ പരിവാഹൻ പോർട്ടൽ വഴി ഇനി ഓൺലൈനായി അപേക്ഷിക്കാം. വിൽക്കുന്ന ആളിന്റെയും വാങ്ങുന്ന ആളിന്റെയും ആധാർ വെരിഫിക്കേഷൻ വഴി ഇത് വേഗത്തിൽ പൂർത്തിയാക്കാം. ലൈസൻസിലെയോ RCയിലെയോ വിലാസം മാറ്റാൻ ഇപ്പോൾ ആധാർ കാർഡിലെ വിലാസം മാത്രം മതിയാകും. ഓൺലൈൻ അപേക്ഷയിൽ ആധാർ ലിങ്ക് ചെയ്യുന്നതോടെ പുതിയ വിലാസം ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്യപ്പെടും. പരിശോധനാ വേളയിൽ ലൈസൻസ്, RC, ഇൻഷുറൻസ് എന്നിവയുടെ ഒറിജിനൽ കൈവശമില്ലെങ്കിലും കുഴപ്പമില്ല. കേന്ദ്ര സർക്കാരിന്റെ ഡിജിലോക്കർ അല്ലെങ്കിൽ പരിവാഹൻ ആപ്പിൽ കാണിക്കുന്ന ഡിജിറ്റൽ രേഖകൾ നിയമപരമായി സാധുവാണ്. ലേണേഴ്സ് ലൈസൻസ് ലഭിക്കുന്നതിന് മുമ്പ് ട്രാഫിക് നിയമങ്ങൾ, റോഡ് സുരക്ഷാ ബോധവൽക്കരണം എന്നിവയെക്കുറിച്ച് ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും ഓൺലൈൻ വഴിയോ നേരിട്ടോ ക്ലാസുകളിൽ പങ്കെടുക്കണമെന്നും പുതിയ നിർദ്ദേശമുണ്ട്. ഈ ആധാർ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ ലേണേഴ്സ് പരീക്ഷ എഴുതാമെന്നത് വലിയൊരു മാറ്റമാണ്. നല്ലതാണത്. RTO ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി വാഹനം രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക RTO പരിധി വേണ്ട. ഒരു സംസ്ഥാനത്തെ ഏത് RTO ഓഫീസിലും രജിസ്ട്രേഷൻ നടത്താം. മറ്റൊന്ന്, വാഹനം നശിപ്പിക്കുകയോ മറ്റോ ചെയ്താൽ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം 14 ദിവസമായിരുന്നു. ആ 14-ൽ നിന്ന് 30 ദിവസമാക്കിയത് ഉയർത്തിയിട്ടുണ്ട്. വാഹനം വിൽക്കുമ്പോൾ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് മാറ്റുന്ന വിവരം ഇൻഷുറർക്ക് നൽകാനുള്ള സമയം 14 ദിവസത്തിൽ നിന്ന് 30 ദിവസമാക്കി. നിസ്സാരമായ സാങ്കേതിക പിഴവുകൾക്ക് ഇനി തടവ് ശിക്ഷ ഉണ്ടാകില്ല, പകരം പിഴ മാത്രം. ശാരീരികമോ മാനസികമോ ആയി വാഹനം ഓടിക്കാൻ അയോഗ്യരായവർ വാഹനം ഓടിച്ചാൽ മുമ്പ് ക്രിമിനൽ ശിക്ഷയായിരുന്നു. ഇനി ഇത് സിവിൽ പെനാൽറ്റിയുടെ പരിധിയിൽ വരും. ആദ്യമായി നടത്തുന്ന ചില നിസ്സാര നിയമലംഘനങ്ങൾക്ക് പിഴയ്ക്ക് പകരം ഔദ്യോഗിക മുന്നറിയിപ്പ് നൽകാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട്. RTO നൽകുന്ന പിഴകൾക്കെതിരെ കോടതിയിൽ പോകാതെ തന്നെ പരാതി നൽകാൻ പ്രത്യേക അപ്പീൽ അതോറിറ്റികളും വരുന്നുണ്ട്. ഓരോ 3 വർഷം കൂടുമ്പോഴും മോട്ടോർ വാഹന പിഴകളിൽ 10% വീതം ഓട്ടോമാറ്റിക് വർധനവ് ഉണ്ടാകും. ഡിജിലോക്കർ, പരിവാഹൻ എന്നിവയിലുള്ള രേഖകൾ ഒറിജിനലിന് തുല്യമായി പരിഗണിക്കും. ആധാർ വെരിഫിക്കേഷൻ വഴി ഓൺലൈനായി തന്നെ ലൈസൻസിലും RCയിലും വിലാസം മാറ്റാം. ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ്, NOC തുടങ്ങിയ 18 സേവനങ്ങൾക്ക് RTO സന്ദർശനം ഇനി വേണ്ട. മറ്റൊന്ന്, ഡോക്ടർമാർക്ക് പരിവാഹൻ സൈറ്റ് വഴി നേരിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡിന് ചെയ്യാം. വേറൊന്ന്, ഇലക്ട്രിക് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ ലളിതമാക്കി. 1 വർഷത്തിനുള്ളിൽ 5 തവണയിലധികം ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. പിന്നെ ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുകയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്.
നിയമലംഘനം നടന്നാൽ 3 ദിവസത്തിനകം മൊബൈലിലും 15 ദിവസത്തിനകം കത്തുവഴിയും വാഹന ഉടമയെ അറിയിക്കണം. ട്രാഫിക് ചെല്ലാനുകൾക്കെതിരെയുള്ള പരാതികൾ 30 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം. പിന്നെ ഈ ട്രെയിനിങ് സെന്ററുകളിൽ നിന്ന് പരിശീലനം നേടുന്നവർക്ക് RTO ടെസ്റ്റ് ഇല്ലാതെ തന്നെ ലൈസൻസ് നൽകുന്ന സംവിധാനം വരുന്നു. ഇതൊക്കെ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ മാറ്റങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതും.